ബിസ്മില്ല അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല. നല്ല കാഴ്ച നിലനിർത്താൻ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ ഡോക്ടറെ എന്ന് ചോദിച്ച് പല ആളുകളും വരാറുണ്ട്. കണ്ണിലൊഴിക്കാൻ എന്തെങ്കിലും തുള്ളി മരുന്ന് നല്ല കാഴ്ച കിട്ടാൻ അങ്ങനെ ഒരു മരുന്ന് ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നല്ല കാഴ്ച നിലനിർത്താൻ കുറച്ച് മരുന്നുകളുണ്ട്, അഥവാ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള മരുന്നുകൾ ഇന്ന് സൂചിപ്പിക്കാം ഇൻഷാ അല്ലാ. അതിലൊന്ന്, നമ്മുടെ കണ്ണിനെക്കുറിച്ച് ബോധവാനാകുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് കണ്ണിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതും അതിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതിനെ ഹാനികരമായി ബാധിക്കുന്ന എന്താണെന്നുള്ളതും നാം മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മരുന്ന്. അതിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കുക. പൊതുവെ ആളുകൾ ചോദിക്കാറുണ്ട് കണ്ണിന് പറ്റുന്ന ഭക്ഷണം ഏതാണ്, നല്ല വിറ്റാമിൻ കിട്ടുന്ന ഭക്ഷണം ഏതാണെന്നുള്ളത്. ഞാൻ സാധാരണ പറയാറുള്ളത്, ശരീരത്തിന് ഏതൊക്കെയാണോ നല്ലത് അതൊക്കെ കണ്ണിന് നല്ലതാണ്, ശരീരത്തിന് കേടുള്ളതൊക്കെ കണ്ണിനും കേടാണ്. അപ്പോൾ പൊതുവെ കൂടുതലായിട്ട് നമ്മുടെ ഇലക്കറികൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതൊക്കെ ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ സാധാരണ ഭക്ഷണത്തിന് ശേഷം മെയിൻ ഒരു കോഴ്സായിട്ടല്ല, സൈഡ് ഡിഷായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാണാറുള്ളത്. എന്നാൽ പ്രധാന ഒരു ഘടകമായിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നൊന്ന്, വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൂത്രത്തിൻ്റെ കളർ മഞ്ഞാവരുത്, അത്രയും വെള്ളം കുടിക്കുക. ആ വെള്ളം കൂടി ഒരു ശീലമാക്കുക. പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ നന്നായിട്ട് വെള്ളം കയ്യിൽ വെക്കുക, നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിൽ വെള്ളം വെക്കുക, അത് പരമാവധി കുടിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത്, നമ്മളെ ദുശ്ശീലങ്ങൾ പാടെ ഉപേക്ഷിക്കുക. പുകവലിക്കുന്ന ആളുകൾ ഇന്നത്തോടെ അത് നിർത്തുക. മദ്യപാനം ഹാനികരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പാടെ ഉപേക്ഷിക്കുക. ആ രീതിയിൽ ഉള്ള ദുശ്ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുക. മറ്റൊന്ന്, നമുക്ക് ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, സോഡ പോലത്തെ വസ്തുക്കൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, കുറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ കലോറി കിട്ടുന്ന ഫാസ്റ്റ് ഫുഡുകൾ, ഫ്രൈഡ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ ഭക്ഷണശീലത്തിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം. ശരീരത്തിൻ്റെ വ്യായാമം പോലെ തന്നെ കണ്ണിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കണ്ണ് ഇളക്കി കളിച്ചുള്ള വ്യായാമമല്ല ഉദ്ദേശിക്കുന്നത്, ശരീരം ഇളകുന്ന വ്യായാമം. നമുക്കറിയാം, നമ്മളുടെ കണ്ണിലേക്കുള്ള പോഷണങ്ങൾ രക്തത്തിലൂടെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ രക്തഓട്ടം നന്നായിട്ട് ലഭിക്കുക എന്നുള്ളത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഘടകമാണ്. രക്തഓട്ടം ലഭിക്കണമെങ്കിൽ രക്തക്കോലുകളിൽ ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് നല്ല ഭക്ഷണം ശീലിക്കുക, അതുപോലെ തന്നെ നല്ല വ്യായാമം ഉണ്ടാകുക. അപ്പോൾ റെഗുലറായിട്ട് ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ ടെസ്റ്റുകൾ സമയാസമയങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ്. കാഴ്ച തകരാറുള്ള ആളുകൾ അതിൻ്റെ കണ്ണട കൃത്യമായിട്ട് ഉപയോഗിക്കുക, അത് സമയാസമയങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു തകരാറില്ലാത്ത ആളുകളാണെങ്കിലും ഡെയിലി നമുക്ക് വീട്ടിൽ നിന്ന് കാഴ്ച നോക്കാം. ദൂരേക്ക് നോക്കുക, ഓരോ കണ്ണ് അടച്ചു വെച്ച് ദൂരേക്ക് നോക്കുക, എന്നിട്ട് നമുക്ക് ഒരു വസ്തു ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് കാണുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള പേപ്പറിൽ, ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെക്കുക, ഓരോ കണ്ണ് അടച്ച് നോക്കുക, കൃത്യമായിട്ട് കാണുന്നുണ്ടോ. കണ്ണട വെക്കുന്നവരെ കണ്ണട വെച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഗ്ലോക്കോമ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ റെഗുലറായിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ തന്നെ കണ്ടിട്ട് ചെക്കപ്പ് നടത്തുക എന്നുള്ളത്. പിന്നെ കുട്ടികളിൽ സ്കൂളിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കണ്ണ് ഡോക്ടറെ കണ്ടിട്ട് കാഴ്ച തകരാറുകളില്ല, കണ്ണട വെക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക, അവരുടെ കണ്ണിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തുക. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കാഴ്ച ശക്തി നിലനിർത്താൻ പറ്റും. പിന്നെ നമുക്ക് ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറിയിരിക്കുക, അഥവാ പ്രൊട്ടക്റ്റീവ് ഗ്ലാസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില ജോലികൾ കണ്ണിന് പരിക്ക് പറ്റാൻ സാധ്യതയുള്ളതാണ്, കെമിക്കൽ മേഖലയിലും അതുപോലെ തന്നെ ഗ്രൈൻഡിങ്, വെൽഡിങ്, സെൻറ്ററിങ് തുടങ്ങിയ വർക്ക് എടുക്കുന്ന കാലത്തൊക്കെ അത്തരം സന്ദർഭങ്ങൾ കൃത്യമായ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഉപയോഗിക്കുക. കണ്ണിലേക്ക് പരിക്ക് പറ്റിയിട്ട് പിന്നെ അതിൻ്റെ ചികിത്സനേക്കാൾ എത്രയോ ഭേദം ഒരിക്കലും പരിക്ക് പറ്റാതെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ വെയിൽ നന്നായിട്ട് കൊള്ളുന്ന ആളുകളാണെങ്കിൽ, പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക, സൺഗ്ലാസ് ഉപയോഗിക്കുക. ഈ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക, വ്യായാമം നന്നായിട്ട് ഉണ്ടാവുക, റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതാവസാനം വരെ നല്ല കാഴ്ചശക്തി നിൽക്കാനുള്ള സ്റ്റെപ്പുകളാണ്. പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ സമയങ്ങളിൽ ചികിത്സിക്കുക എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറക്കാതെ ചെയ്യുക. ഈ രീതിയിൽ ചെയ്യാം. നല്ലൊരു കാഴ്ച എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.